ജുഗുനുമ കണ്ടു. എനിക്ക് തോന്നുന്നില്ല ഇനി മനോജ് ബജ്പായ് എന്ന ആക്ടറിന് ഒരു മോശം പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന്. ഏത് ക്യാരക്ടർ കൊടുത്താലും അത് കറക്റ്റ് മീറ്ററിൽ പെർഫോം ചെയ്ത് വെക്കും. അതേപോലെ തന്നെ ഇതിലെ ഈച്ച് ആൻഡ് എവറി മനോജ് ബജ്പായുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും എല്ലാവരും വളരെ നാച്ചുറൽ ആയിരുന്നു. പ്രിയങ്ക ബോസ്, ഹിരാൽ സിദ്ധു, തിലോത്തമ ഷോമെ, ദീപക് ദോബ്രേൽ എല്ലാവരും വളരെ നാച്ചുറൽ ആയിരുന്നു. ഈ സിനിമ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കണം എന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇതൊരു ആർട്ടിസ്റ്റിക് മൂവിയാണ്, മാജിക്കൽ റിയലിസം പടമാണ്, ഫാന്റസി എലിമെന്റ്സ് ഉണ്ട്. എൻ്റെ അമ്മയ്ക്കും അനിയനൊന്നും വലിയ രീതിയിൽ വർക്ക് ആയില്ല, അവർക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ അടിച്ചു, ആ ഓപ്പൺ എൻഡിങ് വലിയ രീതിയിൽ കണക്ട് ആയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പേഴ്സണലി വളരെ 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 ഇഷ്ടപ്പെട്ടു. ഒരു റിഫ്രഷിങ് അനുഭവമായിരുന്നു. 2 മണിക്കൂർ കംപ്ലീറ്റ്ലി ആ പിടിച്ചിരുത്താൻ പറ്റിയ ഒരു മിസ്റ്ററി ഉണ്ട്. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് തന്നെയായിരുന്നു എനിക്ക് പേഴ്സണലി. അതിന് വേറൊരു റീസൺ, ഈ സിനിമ ക്യാപ്ചർ ചെയ്തത് പഴയ 16mm കോഡക് 50Dയും 200T ഫിൽമി ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. ഇതിൽ ഷൂട്ട് ചെയ്ത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി. വളരെ നാച്ചുറൽ, ഭയങ്കര അറ്റ്മോസ്ഫിയറിക് ഫീൽ ഈ സിനിമയെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹിമാലയാസ് ക്യാപ്ചർ ചെയ്തത് ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് തന്നെ ആ സ്ഥലത്തോട് ഇങ്ങനെ പോകാൻ തോന്നും. ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ എങ്ങാണ്ട് ഷൂട്ട് ചെയ്യാൻ തോന്നും. ഏതായാലും വളരെ ഭംഗിയായിരുന്നു. പിന്നെ ഇതിൽ ആ നാട്ടുകാരുടെ പെരുമാറ്റം, അവരുടെ രീതി, അവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ എല്ലാം വളരെ ഭംഗിയായിട്ട്, വളരെ ഇൻറ്റൻസ്, വളരെ ഡെപ്തോടെ തന്നെയാണ് ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് തന്നെയാണ് ഈ സിനിമ എടുത്തതെന്ന്. സ്ലോ ബേണർ ആണെങ്കിൽ പോലും ഇങ്ങനെ അനാവശ്യ സീൻസ് കാണിച്ച് വലിപ്പിക്കലൊന്നുമില്ല. എല്ലാം ഓൺ ടു ദ മാർക്കാണ്. എഡിറ്റിംഗ് വളരെ നീറ്റായിരുന്നു. എല്ലാം കഥയ്ക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റുള്ളൂ. ഈ മാജിക്കൽ റിയലിസം പടമോ ഈ ഇങ്ങനത്തെ സിനിമകളെ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഓരോരോ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. ഇപ്പം എൻ്റെ ചിന്തയായിരിക്കുന്നത് നിങ്ങളുടെ ചിന്ത. ഈ സിനിമ ഒരു ഓപ്പൺ എൻഡിങ് ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോരോ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. എൻ്റെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഫാന്റസി എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്നും ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റിയതല്ല. അത് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. അത് കണ്ടു തന്നെ അറിയണം. അതിങ്ങനെ അല്ലെങ്കിൽ സ്പോയിലറായി മാറും. അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമന്റിൽ ഇടുക, ഞാൻ തന്നെ പറഞ്ഞു തരുന്നതാണ്. കോമൺ ഓഡിയൻസിന് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അത് ഈ സിനിമയുടെ ഒരു ആർട്ടിസ്റ്റിക് ഫിൽം മേക്കിങ്ങിന് മാത്രമായിരിക്കും. ഈ സിനിമയിൽ അങ്ങനെ വലിയ സ്കോറിങ്ങോ ഭയങ്കര മ്യൂസിക്കൊന്നും ഇല്ല. മൊത്തത്തിൽ കംപ്ലീറ്റ്ലി സൈലൻസ് ആണ്. പക്ക ഒരു അവാർഡ് മൂവി അല്ലെങ്കിൽ ആർട്ട് മൂവി പോലെ തന്നെയാണ്. ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ മിസ്റ്റീരിയസ് ഫാന്റസി സിനിമ എൻജോയ് ചെയ്യുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് ഗോ ആൻഡ് ട്രൈ ദിസ് മൂവി ഔട്ട് ഇൻ തിയേറ്റേഴ്സ്.